Good morning, all. Good morning. Good morning. Then, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് പ്രോസസ് ഓഫ് ഓറിയന്റേഷൻസ് ആണ്. ഓറിയന്റേഷൻ 3 സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത്. ഫസ്റ്റ് ജനറൽ ഓറിയന്റേഷൻ, ദെൻ ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷൻ, സ്പെസിഫിക് ഓറിയന്റേഷൻ. അങ്ങനെ 3 സ്റ്റേജസിലൂടെയാണ് ഓറിയന്റേഷൻ പ്രോസസ്സ് കടന്നു പോകുന്നത്. സോ ജനറൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് എംപ്ലോയീസിനെ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആക്കാൻ, കുറച്ച് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനീസ് പ്രീ പ്ലാൻ ചെയ്യുന്ന ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ് ജനറൽ ഓറിയന്റേഷൻ. നമ്മുടെ കമ്പനീനെ കുറിച്ചിട്ടുള്ള ഹിസ്റ്ററി, ബിസിനസ് ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ ഓർഗനൈസേഷന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ എംപ്ലോയീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓർഗനൈസേഷന്റെ ഓവറോൾ വിസിറ്റും അതിൽ ഇൻക്ലൂഡ് ചെയ്യും. ദെൻ ഒരു ക്ലാസ് റൂം നോളജ് കൊടുക്കുന്ന പോലെ ഫോർ എ മന്ത്, ഒരു മാസം നമ്മൾ ഒരു ക്ലാസ് റൂം നോളജ് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ 1 മന്ത് ട്രെയിനിങ് പീരീഡ് ഒക്കെ ഉണ്ടാവും. ആ ടൈമിൽ നമ്മളെ കുറിച്ചിട്ടും നമ്മുടെ ബിസിനസിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ അവരോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ദെൻ അതിനുശേഷമായിരിക്കും, ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ട്രെയിനി ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് ട്രെയിനി ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓറിയന്റേഷൻ ആണ്. Okay, department orientation. Now the individual introduced to the department where he has to work. ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് അദ്ദേഹം വർക്ക് ചെയ്യേണ്ടത് എന്നതാണ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ, സോ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഞാൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് ആയിട്ടാണെങ്കിൽ ഞാൻ ആദ്യം എന്റെ ഡിപ്പാർട്ട്മെന്റ് അവർ പറയും. ഇനി ആ ഒരു ഡിപ്പാർട്ട്മെന്റിലായിരിക്കും പിന്നീട് എനിക്കുള്ള ബാക്കിയുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും വരുന്നത്. അപ്പൊ മാർക്കറ്റിംഗ് ആണെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും അപ്പോൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓറിയന്റേഷൻ ആണ് ഇവിടെ വരുന്നത്. There is a need for new incumbent, new recruitees to be aware of the role. അപ്പോൾ ഓരോ വ്യക്തിക്കും അവരുടെ റോളിനെ കുറിച്ച്, അവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച്, അവർ എന്ത് വർക്കാണ് ആ ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊരു അവയർനെസ് വേണം. Aware of the role, responsibility and the operating practicing of the department. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്താണ്, നമ്മുടെ റോൾസ് എന്താണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നൊക്കെ നമുക്ക് ഒരു അവയർനെസ് കിട്ടും. The new employee should be made familiar with each and every activity of the department for a few months. ഒരു മിനിമം ഒരു 3 to 6 months ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ചെയ്യേണ്ട വർക്കിനെ കുറിച്ചിട്ടും വർക്ക് എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആകും. The new employee കുറച്ചും കൂടി മെയ്ഡ് ഫെമിലിയർ വിത്ത് ദ ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റിനെ കുറച്ചും നല്ല രീതിയിൽ ഫെമിലിയർ ആവും. അവർക്ക് വർക്കിംഗ് അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ അവർക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. ഡ്യൂറിംഗ് ദിസ് പ്രോസസ് the need to build up the relationship with the senior. ഈ ഒരു ടൈം പീരീഡിൽ നമുക്ക് നമ്മുടെ ഒരു റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാൻ പറ്റും. ആരെല്ലാമായിട്ട്, നമ്മുടെ സീനിയേഴ്സ് ആയിട്ട്, കൊളീഗ്സ് ആയിട്ട്, സബോർഡിനേറ്റ്സ് ആയിട്ടൊക്കെ നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ആഫ്റ്റർ വിച്ച് ഹി വിൽ ബി അലോട്ടഡ് എ പർട്ടിക്കുലർ ജോബ്. അതിനുശേഷമായിരിക്കും നമുക്കൊരു ജോബിന്റെ ഉത്തരവാദിത്വം നമുക്ക് അലോട്ട് ചെയ്ത് തരുന്നത്. ഇന്നൊരു ഉത്തരവാദിത്വത്തിന്റെ രീതിയിൽ ഇന്ന് നമുക്ക് അലോട്ട് ചെയ്ത് തരുന്നത് ആരാണ്? ഈ ഡിപ്പാർട്ട്മെന്റ് ഓറിയന്റേഷന് ശേഷമായിരിക്കും ആ ഒരു ജോബ് നമ്മൾ കറക്റ്റ് ഇതൊരു ജോബിലേക്കാണ് നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ഒരു ജോബ് അതിന്റെ ഡ്യൂട്ടീസും കാര്യങ്ങളും എന്നതാണെന്നൊക്കെ പറഞ്ഞ് നമുക്കത് അസൈൻ ചെയ്യും. ദെൻ നമ്മൾ ആ ജോബ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പിന്നീടുള്ള ഓറിയന്റേഷൻ കാര്യങ്ങൾ, ആ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഓറിയന്റേഷൻ ആയിരിക്കും നമുക്ക് പിന്നീട് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ എന്ന് പറയും. നോക്കാം. The individual is provided a specific task with a job description. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് വിത്ത് ജോബ് ഡിസ്ക്രിപ്ഷൻ. ആ ജോബ് അതിൽ വരുന്ന ഡ്യൂട്ടീസ് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ അടക്കം നമ്മൾ ആ ഇൻഡിവിജ്വലിനോട് എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും.
The employee need to have the knowledge of the method used for a specific job. ആ ഒരു ജോബ് ചെയ്യുമ്പോൾ നമ്മളുടെ നോളജ് എങ്ങനെ യൂസ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളും കിട്ടും. The responsibility involved in that specific work has to be mentioned previously to the newcomer along with the role expectation. So നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങൾ ആ ഒരു സ്പെസിഫിക് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ജോബ് നമ്മൾ അസൈൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. The superior, if necessary, should adapt a guiding approach. ഇനി നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ സുപ്പീരിയർക്ക് ഒരു ഗൈഡിങ് അപ്രോച്ച് എന്ത് ചെയ്യാൻ പറ്റും, അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. To direct the individual on the job he has to do. അവർ എന്ത് ജോബാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ട് ചെറിയൊരു ഡയറക്ഷനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ പറഞ്ഞത് ഓറിയന്റേഷൻ ആണ്. 3 ടൈപ്പിലാണ് ഒരു ഇൻഡിവിജ്വലിന് നമ്മൾ ഓറിയന്റേഷൻ കൊടുക്കുന്നത്. ഫസ്റ്റ് ജനറൽ ഓറിയന്റേഷൻ, കമ്പനിയെ കുറിച്ചിട്ടും കമ്പനിയുടെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഓറിയന്റേഷൻ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു. ദെൻ ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷൻ, നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ അസൈൻ ചെയ്തിരിക്കുന്നത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തമായ ഒരു ധാരണ, അവിടുത്തെ വർക്കുകൾ, അവിടുത്തെ ഫങ്ഷൻസ് കാര്യങ്ങളും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേജ് ആണ് സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ. നമ്മൾ ഏത് ജോബിന് വേണ്ടിയിട്ടാണോ നമ്മൾ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് ആ ജോബിന് വേണ്ടി നമ്മൾ പ്രാപ്തരാക്കുന്നതാണ് സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ. നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്, റൂൾസ്, റെഗുലേഷൻസ്, ആ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സ്റ്റേജ് ആണ് സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ. ഇനി നമ്മൾ ആ സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് മിസ്റ്റേക്ക് പറ്റും അല്ലെ, ആദ്യമായിട്ട് വർക്ക് ചെയ്യില്ലേ, അപ്പൊ എന്തായാലും എല്ലാവർക്കും ചെറിയ മിസ്റ്റേക്ക് എങ്കിലും പറ്റിയിട്ടുണ്ടാവും. ഞങ്ങളതെ ആദ്യമായിട്ട് നമ്മള് ക്ലാസ് എടുക്കുന്ന സമയത്ത് ആണെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഭാഗത്തൊന്നും എന്ത് ചെയ്തിട്ടുണ്ടാവും, മിസ്റ്റേക്കുകൾ സംഭവിക്കാം, സ്വാഭാവികമാണ്. അതെല്ലാം നമ്മുടെ സുപ്പീരിയർ എന്ത് ചെയ്യും, നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യും, ഗൈഡ് ചെയ്ത് തരും. അതാണ് സ്പെസിഫിക് ജോബ് ഓറിയന്റേഷനിൽ വരുന്നത്. അങ്ങനെ 3 ഓറിയന്റേഷനിലൂടെയാണ് ഈ ഒരു ഓറിയന്റേഷൻ സ്റ്റേജസ് പാസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ബാക്കിയുള്ളവർക്ക് ഓക്കെ, ഒന്ന് റീഡ് ചെയ്യും, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും. റീഡ് ചെയ്ത് നോക്കട്ടോ എല്ലാവരും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് കണ്ടന്റ്സ് ഓഫ് ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ്. ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ കണ്ടന്റ്സ് ആണ് നമ്മൾ പറയുന്നത്.
മെയിൻ ആയിട്ട് വേണ്ട കുറച്ച് കണ്ടൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഇൻഫർമേഷൻസ്. എംപ്ലോയി ഓറിയന്റേഷൻ പ്രോഗ്രാം ഷുഡ് പ്രൊവൈഡ് ഇൻഫർമേഷൻ കൺസേണിംഗ് ദ ഫോളോയിങ്. താഴെ പറയുന്ന ഇൻഫർമേഷൻസ് ഇൻക്ലൂഡ് ആവണം ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ. താഴെ പറയുന്ന ഇൻഫർമേഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഓറിയന്റേഷൻ കൊടുക്കാനായിട്ട്. ഓർഗനൈസേഷണൽ ഇഷ്യൂസ് ഇറ്റ് ഇൻവോൾവ് ദ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദ കമ്പനി. നമ്മുടെ കമ്പനിയെ കുറിച്ചൊരു ഷോർട്ട് ഹിസ്റ്ററി പറഞ്ഞു കൊടുക്കണം. നെയിം ആൻഡ് ഡെസിഗ്നേഷൻ ഓഫ് ദ കീ എക്സിക്യൂട്ടീവ്സ്. നമുക്കറിയാം സിഇഒ അതേപോലെ കീ എക്സിക്യൂട്ടീവ്സ് ഉണ്ടാവും, അവരുടെ നെയിംസും അവരുടെ ഡെസിഗ്നേഷനും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. എംപ്ലോയീസ് ടൈറ്റിൽ ആൻഡ് ഡിപ്പാർട്ട്മെന്റ്. എംപ്ലോയീസിന്റെ ടൈറ്റിലും അവരുടെ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റും പറയണം. ലേ ഔട്ട് ഓഫ് ഫിസിക്കൽ ഫെസിലിറ്റീസ്. നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഫിസിക്കൽ ഫെസിലിറ്റീസിനെ കുറിച്ച് പറയണം. പ്രൊബബിലിറ്റി പീരീഡ് പ്രൊബേഷണറി പീരീഡ് പ്രൊബേഷണറി പീരീഡ്. നമ്മൾ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലെ ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ. ആ ഒരു ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞു, പ്രൊബേഷൻ കഴിഞ്ഞു പെർമനന്റ് ആയി എന്ന് പറയും. ആ പ്രൊബേഷൻ പീരീഡ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ഓഫേർഡ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആൻഡ് സർവീസ്, നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന മേ ബി പ്രൊഡക്ട്സ് ആവാം അല്ലെങ്കിൽ സർവീസ് ആവാം, എന്താണ് അതിനെ കുറിച്ചൊരു ധാരണ വേണം. ഓവർവ്യൂ ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്. നമ്മുടെ ഓർഗനൈസേഷന്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഓവർവ്യൂ. കമ്പനി പോളിസീസ് ആൻഡ് റൂൾസ്. കമ്പനിയുടെ പോളിസിയും റൂൾസും നമുക്ക് വ്യക്തമായ ധാരണ വേണം. ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ്. നമ്മളുടെ ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ് എന്തെല്ലാമാണ് എന്നതിനെ കുറിച്ചിട്ട് ധാരണ വേണം. സേഫ്റ്റി പ്രൊസീജിയർ ആൻഡ് എംപ്ലോയീസ് ഹാൻഡ് ബുക്ക്. സേഫ്റ്റി പ്രൊസീജിയർ, നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊരു ധാരണ വേണം. ആൻഡ് എംപ്ലോയീസ് ഹാൻഡ് ബുക്ക്. എംപ്ലോയീസിന്റെ ഹാൻഡ് ബുക്ക് ചില എംപ്ലോയീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഉള്ള ഒരു ബുക്ക്ലെറ്റ്, അതാണ് എംപ്ലോയീസ് ഹാൻഡ് ബുക്ക് എന്ന് പറയുന്നത്. എംപ്ലോയീസ് ഹാൻഡ് ബുക്ക് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അത് ഞാൻ എഡിറ്റ് ചെയ്തേക്കാം. ഇവിടെ കണ്ടോ പ്രൊബേഷണറി പീരീഡ് ഓഫ് എന്നൊന്നുമില്ല കേട്ടോ, അവിടെ ഓഫ് മിസ്റ്റേക്ക് ബൈ മിസ്റ്റേക്ക് വന്നതാണ്. ദെൻ ഇവിടെ ടിക്ക് ഉണ്ട്. ഓക്കെ, സോ ടിക്ക് എന്ന് വെച്ചാൽ കോമയുണ്ട് കേട്ടോ, നോട്ട് ചെയ്തേക്കോ, ചെയ്തോ. ഓക്കെ, ഇനി എംപ്ലോയി ബെനിഫിറ്റ്സ് ആണ്. നമ്മൾ എംപ്ലോയിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം പേ സ്കെയിൽ എങ്ങനെയാണ്, പേ ഡേറ്റ്സ് എന്ന് വെച്ചാൽ വേജ് ആൻഡ് സാലറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവരോട് പറയണം. വെക്കേഷൻസ് ആൻഡ് ഹോളിഡേസ്. ചിലപ്പോൾ ചില കമ്പനീസ് പറയും ഞങ്ങൾക്ക് പബ്ലിക് ഹോളിഡേ എല്ലാം ഹോളിഡേസ് ആണ്, സെക്കൻഡ് സാറ്റർഡേ ഹോളിഡേ ആണ് അങ്ങനെ പറയും. അപ്പോൾ പിന്നെ വെക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയണം. പിന്നെ റെസ്റ്റ് ബ്രേക്സ് കാര്യങ്ങളെ കുറിച്ച് പറയണം. എന്ന് വെച്ചാല് ചിലപ്പോ ടീ ബ്രേക്സ് ഉണ്ടാവും, ലഞ്ച് ബ്രേക്സ് ഉണ്ടാവും, ആ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ട്രെയിനിങ് ബെനിഫിറ്റ്സ്, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനിങ്ങും അതിന്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും പറയണം. കൗൺസിലിങ്ങിനെ കുറിച്ച് പറയാം. ഇൻഷുറൻസ് ആൻഡ് മെഡിക്കൽ കെയറും കാര്യങ്ങളും. മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ അറിയാലോ, ചില ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫുൾ മെഡിക്കൽ ഇൻഷുറൻസ് കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ചില ഹോസ്പിറ്റൽസുകളിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ കവറേജ് അതിൽ വരും. ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ അവിടെയുള്ള സ്റ്റാഫുമായിട്ട് എല്ലാവരുടെയും മെഡിക്കൽ കവറേജ് നെറ്റ് ചെയ്യും. അങ്ങനെ അറിയോ, കേട്ടിട്ടുണ്ടോ അതൊക്കെ? പിന്നെ അതേപോലെ പ്രൈവറ്റ് കമ്പനീസ് പറയുകയാണെങ്കിൽ ഈ ടാറ്റയുടെ ഒക്കെ കമ്പനീസിൽ മെഡിക്കൽ ഇൻഷുറൻസും കാര്യങ്ങളും നല്ല രീതിയിൽ നമ്മളവിടെ ഗവൺമെന്റ് ജോലി പോലെ തന്നെയാണ്, അത്രയും എന്താ പറയാ നല്ല രീതിയിലാണ് അവർ സർവീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ റീക്രിയേഷൻ ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്. റിട്ടയർമെന്റ് സമയത്ത് നമുക്ക് എന്തെല്ലാം PF ഗ്രാറ്റുവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ലാസ്റ്റ് നമ്മൾ പിരിഞ്ഞു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ റിട്ടയർമെന്റ് ആവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പേയ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഓറിയന്റേഷൻ ടൈമിൽ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത 2 പോയിന്റും ഓർഗനൈസേഷണൽ ഇഷ്യൂസും എംപ്ലോയി ബെനിഫിറ്റ്സും.
Okay. Introduction to existing members of the organization. നമ്മുടെ existing മെമ്പേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ കമ്പനിയിലെ ഓറിയന്റേഷന്റെ ഭാഗമായിട്ട് അവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യും, ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അതൊരു ഫംഗ്ഷൻ ആണ് ഓറിയന്റേഷന്റെ. നമുക്ക് നോക്കാം. Introduction to existing members of the organization. Organization make a special efforts to introduce new employee to all existing employees. ബാക്കിയുള്ള എല്ലാ existing employeesന് വേണ്ടിയിട്ട് new employee നമ്മൾ എന്ത് ചെയ്യും, ഇൻട്രൊഡ്യൂസ് ചെയ്യും. It is the foremost responsibility of the supervisor to make new employee familiar with the existing employees. അപ്പോൾ ബാക്കിയുള്ള എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനായിട്ട് ഫെമിലിയർ ആക്കാനാണ് ന്യൂ എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് മെയിൻ ആയിട്ട് സൂപ്പർവൈസേഴ്സ് ആണ് ന്യൂ എംപ്ലോയീസിനെ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സൂപ്പർവൈസർ ഇസ് ദ പേഴ്സൺ who set the tone of the employees future interpersonal relationship with the other staff members. അപ്പൊ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ നമ്മുടെ ബാക്കിയുള്ള സ്റ്റാഫ് മെമ്പേഴ്സ് ആയിരിക്കും നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. When any employee comes to the organization, he will probably happy about getting a job. നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ഒരു എംപ്ലോയി വരുമ്പോൾ അവിടെ വരുന്ന എല്ലാ എംപ്ലോയീസിനും ആ ഒരു ജോബ് കിട്ടിയാൽ വളരെ സന്തോഷമായിരിക്കും. But at the same time, he will prefer have certain anxieties. നമ്മൾ ആ ഒരു ഓർഗനൈസേഷനിലേക്ക് വരുമ്പോൾ നമുക്കൊരു ആൻസൈറ്റി, ഫിയർ, മിസ്ഗീവിങ്സ് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് ഓൾറെഡി ഉള്ളതാണ്. ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആദ്യമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ. ഞങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ജോബിലേക്ക് പ്ലേസ്ഡ് ആവുമ്പോൾ ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിലുള്ള ഫിയർ ഉണ്ടാവും. ആ ഒരു ഫിയർ കുറയ്ക്കാൻ ഈ ഒരു ഓറിയന്റേഷൻ നമ്മളൊരു പരിധിവരെ ഹെൽപ്പ് ചെയ്യും. Therefore, it is the duty of the existing staff to support him. അപ്പോ എക്സിസ്റ്റിംഗ് സ്റ്റാഫിന്റെ ഡ്യൂട്ടിയാണ് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നത്. എക്സിസ്റ്റിംഗ് സ്റ്റാഫ് can support a new staff member throughout the injection program. ഈ ഒരു ഇൻജക്ഷൻ പ്രോഗ്രാമിൽ നമ്മൾ എക്സിസ്റ്റിംഗ് സ്റ്റാഫിന് ഈ ന്യൂ സ്റ്റാഫിനെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. എക്സാമ്പിൾ, by explaining key duties. നമ്മൾ key duties കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാം. And helping to set his workplace. അവരുടെ വർക്ക് പ്ലേസും കാര്യങ്ങളും സെറ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം നമ്മൾ എക്സിസ്റ്റിംഗ് മെമ്പേഴ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. ഇനി എക്സിസ്റ്റിംഗ് മെമ്പേഴ്സിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു ഇൻജക്ഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മുടെ ആ ജോബ് പെട്ടെന്ന് നമുക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സപ്പോർട്ട് കുറവാണെങ്കിലോ നമ്മളൊരു ഓർഗനൈസേഷനിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഒരു ശത്രു ആയിട്ടാണ് അവരെ കാണുന്നതെങ്കിലോ അതൊരു ബാഡ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യില്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും, ബാഡ് ഇംപ്രഷൻ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം നമുക്കൊരു സപ്പോർട്ട് കിട്ടണം. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ആ ഒരു സ്ഥാപനത്തിലേക്ക് വന്നിരിക്കുന്നത്. സോ നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് കിട്ടിയാൽ മാത്രമാണ് നല്ല രീതിയിൽ നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് ആണ് ജോബ് ഡ്യൂട്ടീസ്. ഇനി നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ ആണ് ജോബ് ഡ്യൂട്ടി. ഇറ്റ് ഇൻക്ലൂഡ് ദ ഇൻഫർമേഷൻ അബൌട്ട് ജോബ് ലൊക്കേഷൻ. എവിടെയാണ് ജോബിന്റെ ലൊക്കേഷൻ, ജോബ് ടാസ്കുകൾ എന്തെല്ലാമാണ്, ജോബ് സേഫ്റ്റി നീഡ്സ്, ജോബ് ചെയ്യുന്ന സമയത്ത് സേഫ്റ്റി നീഡ്സ് എന്തെല്ലാമാണ്, ഓവർവ്യൂ ഓഫ് ദ ജോബിന്റെ ഓവർവ്യൂ എങ്ങനെയാണ്, ജോബ് ഒബ്ജക്റ്റീവ്സ്, ജോബിന്റെ ഒബ്ജക്റ്റീവ്സ് എങ്ങനെയാണ്, ആൻഡ് റിലേഷൻഷിപ്പ് വിത്ത് അതർ ജോബ് മറ്റു ജോബുകളായിട്ട് നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തായാലും റിലേഷൻഷിപ്പ് ഉണ്ടാവും, മറ്റു ജോബുകളും ആയിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് എനിക്ക് നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പോ മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്സ് ആണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് അവർ സ്ഥിരം കോണ്ടാക്ട് ചെയ്യുന്നതിന്റെ കാര്യം എന്താണ്, അവിടെ എത്ര റോ മെറ്റീരിയൽസ് വേണം, റിക്വസ്റ്റും കാര്യങ്ങളും സെൻഡ് ചെയ്യാൻ വേണ്ടിയാണ്.
സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമ്മളുടെ ക്ലോസസ് സ്റ്റോക്കുകളെ കുറിച്ചിട്ടുള്ള വെരിഫിക്കേഷൻ ആയിരിക്കും. അപ്പോൾ ഇതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ആർക്ക് വേണം? നമുക്ക് ആ ജോബിന് എന്തെല്ലാം ഡ്യൂട്ടീസ് ആണ് ഉള്ളത്, നമ്മൾ ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് അല്ലെങ്കിൽ അതർ ജോബ്സ് ആയിട്ട് നമ്മൾ കണക്റ്റഡ് ആണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരണം. ബേസിക് rules related to people, process and task issue should be communicated by the supervisor. ബേസിക് ആയിട്ടുള്ള റൂൾസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾസിന്റെ അവിടുത്തെ പ്രോസസ് ആക്ടിവിറ്റീസ് നമുക്ക് അസൈൻ ചെയ്യുന്ന ടാസ്ക് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ആരുമായിട്ട്, സൂപ്പർവൈസറായിട്ട് ടു ദ ന്യൂ എംപ്ലോയി സോ ദാറ്റ് ദേ ക്യാൻ ഡീൽ വിത്ത് പ്രോപ്പർലി. എന്നാൽ മാത്രമാണ് അവർക്ക് നല്ല രീതിയിൽ ന്യൂ എംപ്ലോയീസിന് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഡീൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഒന്ന് റീഡ് ചെയ്യോ എല്ലാവരും ഈ 2 പോയിന്റും? ഇൻട്രൊഡക്ഷൻ ടു അസിസ്റ്റിംഗ് എംപ്ലോയി, ജോബ് ഡ്യൂട്ടീസും. ഓക്കെ, റീഡ് ചെയ്തിട്ട് പറയട്ടാ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് വേണ്ട റിക്വയർമെന്റ്സ് ആണ്. റിക്വസൈറ്റ്സ് നമ്മൾ നോക്കാൻ പോകുന്ന റിക്വയർമെന്റ്സ് എന്തെല്ലാമാണ്? ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ എന്തെല്ലാം റിക്വയർമെന്റ്സ് ആണ് ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ അഫക്ട് ചെയ്യുന്നത് എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് പറയുന്നത് ഇൻവോൾവ്മെന്റ് ഓഫ് ടോപ്പ് മാനേജ്മെന്റ്. ടോപ്പ് മാനേജ്മെന്റിന്റെ ഇൻവോൾവ്മെന്റ് വേണം. ത്രൂഔട്ട് ദ ഇൻജക്ഷൻ പ്രോസസ് അല്ലെങ്കിൽ ഓറിയന്റേഷൻ പ്രോസസ് നമ്മൾ ടോപ്പ് മാനേജ്മെന്റിന്റെ ഒരു ഇൻട്രസ്റ്റ് നമുക്കിത് വേണം. ഈ ഒരു ഇൻജക്ഷൻ പ്രോഗ്രാമിനോട് ടോപ്പ് മാനേജ്മെന്റ് നല്ല രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെന്റ് വേണം. അത് നമ്മളുടെ എംപ്ലോയീസിന് നമ്മൾ നല്ല രീതിയിൽ ഓറിയന്റേഷനും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത് നമ്മുടെ ഓർഗനൈസേഷന് ആപ്റ്റ് ആയിട്ടുള്ള വ്യക്തികളായിട്ട് മാറ്റാണ്. സോ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ടോപ്പ് മാനേജ്മെന്റിന്റെ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കുക എല്ലാവരും. In the injection process, the interest of the top management is the foremost requirements. അപ്പോൾ ഒരു ഇൻജക്ഷൻ പ്രോസസ്സിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു റിക്വയർമെന്റ് ആണ് ടോപ്പ് മാനേജ്മെന്റിന്റെ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. It establish a sense of partnership and ownership in the employees and help them to associate closely with the organization. ഇവിടെ നമ്മളൊരു സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ്. എന്നുവെച്ചാൽ ആ ന്യൂ എംപ്ലോയീസിനെ കൂടി ഒരുമിപ്പിച്ച് അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് അവർക്ക് വേണ്ട നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ചിട്ടും അവരുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, അവർ നല്ല രീതിയിൽ ഓറിയന്റേറ്റ് ചെയ്യുക എന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? ടോപ്പ് മാനേജ്മെന്റിന്റെ വൺ ഓഫ് ദ മെയിൻ റെസ്പോൺസിബിലിറ്റി ആണ്. എന്നാൽ മാത്രമാണ് അവർക്ക് നല്ല രീതിയിൽ ക്ലോസ്ലി നമ്മുടെ ഓർഗനൈസേഷനായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് പറ്റുക. ഇൻവോൾവ്മെന്റ് ഓഫ് ടോപ്പ് മാനേജ്മെന്റ് റിക്വയർഡ് ആണ്. പ്രയർ പ്ലാനിങ്. ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം കൊടുക്കുകയാണ്, ഒരു ഇൻജക്ഷൻ പ്രോഗ്രാം കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രീ പ്ലാനിങ് വേണം. മുൻകൂട്ടി നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റണം. ആൻഡ് ഇൻജക്ഷൻ ഈസ് എ പ്രോസസ് നോട്ട് ആൻ ഇവന്റ്. ഇൻജക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്, ഒരു ആക്ടിവിറ്റി ആണ്. അത് നമ്മൾ സ്വാഭാവികമായിട്ട് നടക്കുന്നൊരു സംഭവമായിട്ടല്ല. നോട്ട് ആൻ ഇവന്റ്. ദാറ്റ്സ് ഒരു ഇൻജക്ഷൻ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. പ്രീ പ്ലാനിങ് ഫോർ ദ ഇൻജക്ഷൻ ഓഫ് ദ ന്യൂ എംപ്ലോയി മസ്റ്റ് ബി കെയർഫുള്ളി ഡൺ. അപ്പൊ നമ്മളൊരു ഇൻജക്ഷന് വേണ്ടിയിട്ട് ഒരു പ്രീ പ്ലാൻ നമ്മൾ ഓൾറെഡി കെയർഫുള്ളി നമ്മൾ അത് എന്ത് ചെയ്യണം, കണ്ടക്ട് ചെയ്യണം.
So that the injection is used at the time of pre-planning, during post-injection stage. So നമ്മുടെ ഇഞ്ചക്ഷൻ സമയത്ത് പ്രീ പ്ലാനിങ് ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്യണം. പിന്നെ അതിനെക്കുറിച്ച് ഡ്യൂറിങ്ങിന്റെ സമയത്ത് നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കണം. ഓറിയന്റേഷൻ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ. പിന്നെ പോസ്റ്റ് ഇഞ്ചക്ഷൻ സ്റ്റേജ് ഓറിയന്റേഷൻ കഴിഞ്ഞ ഒരു അപ്പോയിന്റ് ചെയ്തിട്ട് അവർക്ക് നമ്മൾ അന്ന് പറഞ്ഞു കൊടുത്ത പോലെ തന്നെയാണോ ഒരു വാക്കും കാര്യങ്ങളും ചെയ്യുന്നത് എന്നും കൂടി നമ്മളൊന്ന് എന്ത് ചെയ്യണം, ക്രോസ് ചെക്ക് ചെയ്യണം. ഓക്കെ. ഇനി അസസ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ നേടും. പുതുതായിട്ട് ഒരാൾ വരാണ്, ഒരു എംപ്ലോയി നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വരാണ്, അവർക്ക് ഒന്നും അറിയില്ല, ഒരു ഡാറ്റാസും കാര്യങ്ങളും ഒന്നും അറിയില്ല. സോ നമ്മൾ ആ ന്യൂ എംപ്ലോയിനെ കുറിച്ചിട്ട് ന്യൂ എംപ്ലോയിക്ക് വേണ്ട ഇൻഫർമേഷൻസും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. On the basic of level and a few other factors, it should be decided in advance, but the new employee must know. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, കമ്പനിയിൽ വരുന്ന ന്യൂ എംപ്ലോയീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആസ് ഇറ്റ് പ്രൊമോട്ട്സ് effective learning experience during the process of injection. എന്നാൽ മാത്രമാണ് അവർക്ക് നമ്മുടെ കമ്പനിയെ കുറിച്ചിട്ടും ജോബ് റോളിനെ കുറിച്ചിട്ടും നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അവർക്ക് നല്ല രീതിയിൽ ആ ലേണിംഗ് എക്സ്പീരിയൻസ്, ഇൻജക്ഷൻ പ്രോസസ്സിന് നല്ല രീതിയിൽ ആ ലേണിംഗ് വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ഇൻഫർമേഷൻസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, ആ ജോബ് കൺഫേം ചെയ്യേണ്ട ഇൻഫർമേഷൻസും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞ് കൊടുക്കണം. ഓക്കെ. ആ മൂന്നെണ്ണം വായിക്കോ? ബാക്കി എല്ലാവരും റീഡ് ചെയ്തോ? ഇനി ഫീഡ്ബാക്ക് സെഷൻ കണ്ടക്ട് ചെയ്യണം. ഫീഡ്ബാക്ക് സെഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പുതുതായിട്ട് എംപ്ലോയിനെ ഓറിയന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടാവും. നോർമൽ അല്ലേ ഡൗട്ട്സും കാര്യങ്ങളും വരുന്നത്. അപ്പൊ ആ ഡൗട്ട്സും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കണം, ക്ലാരിഫൈ ചെയ്ത് കൊടുക്കണം. To satisfy all the doubts and answer all the queries, probably all injection program must conclude with a feedback session. എല്ലാ ഇൻജക്ഷൻ പ്രോഗ്രാമും നമ്മളൊരു ഫീഡ്ബാക്ക് സെഷനോട് കൂടി കൺക്ലൂഡ് ചെയ്യണം. വിത്ത് ദ ലൈൻ മാനേജ്മെന്റ് ആൻഡ് ദ HR പേഴ്സണൽസ്. ലൈൻ മാനേജർ ആയിട്ടോ അല്ലെങ്കിൽ HR പേഴ്സൺ ആയിട്ടായിരിക്കും ഈ ഫീഡ്ബാക്ക് സെഷൻ കൺക്ലൂഡ് ചെയ്യുന്നത്. അതേപോലെ ആ ലാസ്റ്റ് സ്റ്റേജിൽ ആകുമ്പോഴേക്കും അവർക്ക് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആ ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യാനുള്ള ഒരു സെഷൻ, ഒരു ഫീഡ്ബാക്ക് സെഷൻ കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പോ എംപ്ലോയീസിന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ, അവരുടെ ഡൗട്ട്സും എൻക്വയറീസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, സോൾവ് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഗിവിംഗ് നോളജ് ടു ന്യൂ എംപ്ലോയി. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻജക്ഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ന്യൂ എംപ്ലോയീസിന് നോളജ് കൊടുക്കുക എന്ന് വെച്ചാൽ അവർക്ക് കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്. ഗിവിംഗ് നോളജ് ടു ന്യൂ എംപ്ലോയി. ആ വർക്ക് എങ്ങനെ ചെയ്യണം, വർക്കിന്റെ രീതികൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നോളജ് എന്ന് പറയുന്നത്. The human accept is an essential component of injection. Injection പ്രോഗ്രാമിന്റെ ഒരു essential ആയിട്ടുള്ള component ആണ് in the human accept എന്ന് പറയുന്നത്. Providing new employees knowledge of what is liked by superior. അപ്പൊ superior പറയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ന്യൂ നോളജും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. അതേപോലെ co-workers telling new employee the time period for
them to attain satisfactory level of performance. എത്ര നാളുകൊണ്ടാണ് നമ്മൾ ആ ഒരു സാറ്റിസ്ഫാക്ടറി ലെവൽ ഓഫ് പെർഫോമൻസ് അറ്റൈൻ ചെയ്യേണ്ടത്. മോട്ടിവേറ്റിംഗ് ദം ടു ലുക്ക് ഫോർ ഹെൽപ്പ്. അത് നമ്മൾ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്, ആരിൽ നിന്നാണ് ഗൈഡൻസ് വാങ്ങിക്കേണ്ടത്. വെനെവർ റിക്വയർഡ്, എപ്പോഴൊക്കെ അത് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമുക്കൊരു ധാരണ കിട്ടണമെങ്കിൽ അതിനെ കുറിച്ചൊക്കെ ഇൻഫർമേഷൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഇമ്മീഡിയറ്റ് സുപ്പീരിയറിന്റെ അടുത്ത് നമുക്ക് റെഫർ ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ആരോട് പറഞ്ഞു കൊടുക്കണം, ന്യൂ എംപ്ലോയീസിനോട് പറയണം. അപ്പൊ 2 പോയിന്റ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഫീഡ്ബാക്ക് സെഷൻ ആണ്. ഈ ഒരു എന്താ പറയാ ഇൻജക്ഷൻ പ്രോഗ്രാമിന്റെ ലാസ്റ്റ് സെഷൻ ആയിട്ട്, കൺക്ലൂഡ് സെഷൻ ആയിട്ട് നമുക്ക് ഫീഡ്ബാക്ക് കുട്ടികൾ എന്നുവെച്ചാൽ നമ്മുടെ ന്യൂലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിന് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് അവർക്ക് വേണ്ട ആൻസേഴ്സും കാര്യങ്ങളും കൊടുക്കണം. സാധാരണ ഫീഡ്ബാക്ക് സെഷൻ കൺക്ലൂഡ് ചെയ്യുന്നത് HR മാനേജർ അല്ലെങ്കിൽ ലൈൻ മാനേജർ ആയിരിക്കും. പിന്നെ ആ ജോബ് ചെയ്യുന്ന സമയത്ത് ഗിവിംഗ് നോളജ് ടു ന്യൂ ജോബിനെ കുറിച്ചിട്ടുള്ള നോളജും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. അതേപോലെ അവർ എത്ര ടൈം പീരീഡിനുള്ളിലാണ് ആ സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് ലെവൽ അറ്റൈൻ ചെയ്യേണ്ടത് എന്ന് പറയണം. ദെൻ ഇനി അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ആരിൽ നിന്ന് ഗൈഡൻസ് വാങ്ങിക്കണം, ഹെൽപ്പും ഗൈഡൻസും ആരിൽ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്യേണ്ടത് എന്നും കൂടി നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ 2 പോയിന്റ് ഒന്ന് റീഡ് ചെയ്തേ. എല്ലാവരും വായിച്ചു നോക്കിയോ? ഓക്കെ. ഇനി നോക്കുന്നത് ഗ്രാജുവൽ ഇൻട്രൊഡക്ഷൻ റാദർ ദാൻ സൂപ്പർഫിഷ്യൽ ഇൻട്രൊഡക്ഷൻ എന്നാണ്. ഗ്രാജുവൽ ഇൻട്രൊഡക്ഷനേക്കാൾ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ gradual introduction rather than superficial introduction. There should be a step-by-step introduction to the people with whose the new employee will work rather than an external introduction to the all the employee on the first day. ചില സമയങ്ങളിൽ നമ്മൾ എന്താണ് എല്ലാ എംപ്ലോയീസിനും ഒരുമിച്ച് ഫസ്റ്റ് ഡേ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, introduction കൊടുക്കുന്നത്. The objective behind this is to help the incumbent, just newly recruited, to get familiarized with the co-workers, supervisor. അപ്പോൾ നമ്മൾ ഡേ ബൈ ഡേ ആയിട്ടല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിനെ സൂപ്പർവൈസറിനെയും കോവർക്കേഴ്സിനെയും മനസ്സിലാക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഫെമിലൈസ് അല്ല അവരെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് നോട്ട് ജസ്റ്റ് മേക്ക് ദം വിത്ത് ദ കോവർക്കേഴ്സ് ഓർ സൂപ്പർവൈസേഴ്സ് നെയിം, അവരുടെ പേര് മാത്രം ഓർത്തിരിക്കുക എന്നതിനെ കുറിച്ച് എന്നതല്ല അവർ പറയുന്നത്. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇൻട്രൊഡക്ഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ ആ ഒരു എക്സ്റ്റേണൽ ഇൻട്രൊഡക്ഷൻ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എംപ്ലോയീസിനെ അവരുടെ സൂപ്പർവൈസേഴ്സിനും കോവർക്കേഴ്സിനും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആണ്. അവർക്ക് കോവർക്കേഴ്സിനെ കുറിച്ച് സൂപ്പർവൈസേഴ്സിനെ കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. Sufficient time should be given to new employee before the increasing new job demand. നമുക്കറിയാം ഒരു എംപ്ലോയിനെ നമ്മൾ റിക്രൂട്ട് ചെയ്തു, അപ്പോയിന്റ് ചെയ്തു, അവർ ജോബ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഒറ്റയടിക്ക് നമ്മുടെ ജോബിന്റെ ഡിമാൻഡ് കൂട്ടിക്കൊടുക്കരുത്, അവർ വർക്കും കാര്യങ്ങളും കൂട്ടിക്കൊടുക്കാൻ പാടില്ല. പതിയെ വേണം നമ്മൾ വർക്കും കാര്യങ്ങളും എന്ത് ചെയ്യാനായിട്ട് ഇൻക്രീസ് ചെയ്യാൻ. ബിഫോർ ദ ഇൻക്രീസ് ഇൻ ജോബ് ഡിമാൻഡ്, ന്യൂ എംപ്ലോയി ഷുഡ് ബി ഗിവ് adequate time to become accustomed to a work situation. ആ വർക്ക് സിറ്റുവേഷനായിട്ട് എന്താ പറയാ ഇണങ്ങി ചേർന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആഡ്വക്കേറ്റ് ടൈം നമ്മൾ അവർക്ക് കൊടുക്കണം, എംപ്ലോയീസിന് കൊടുക്കണം. അതിനുശേഷമായിരിക്കണം ജോബ് ഡിമാൻഡ്സ് പതിയെ എന്ത് ചെയ്യേണ്ടത്, ഇൻക്രീസ് ചെയ്ത് കൊടുക്കേണ്ടത്. Okay, sufficient time should be given to new employee. Gradual introduction rather than superficial introduction. Sufficient time should be given to new employees. ആ 2 പോയിന്റ് ഒന്ന് റീഡ് ചെയ്തേ.
Okay. Any injection must include all necessary information. നമ്മൾ ഇഞ്ചക്ഷന്റെ സമയത്ത് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും നെസസറി ആ ജോബ് ചെയ്യേണ്ട നെസസറി ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, നോക്കാം. ഇഞ്ചക്ഷൻ മസ്റ്റ് ഇൻക്ലൂഡ് ഓൾ നെസസറി ഇൻഫർമേഷൻ. Injection should start with the most significant and direct forms of information and then move forward towards the common policies of the organization. Injection എന്ന് പറയുന്ന മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡയറക്റ്റ് ഫോം ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ ഇൻഫർമേഷൻസും കാര്യങ്ങളും അവരോട് കോമൺ ആയിട്ടുള്ള ഓർഗനൈസേഷൻ പോളിസീസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ടുണ്ട്. Then direction by experienced worker. A senior worker or a supervisor should direct the new employee. നമ്മളൊരു കമ്പനിയിലേക്ക് ഒരു ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന ഒരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സീനിയർ വർക്കറോ സൂപ്പർവൈസറോ അവർക്ക് വേണ്ട ഡയറക്ഷൻസും കാര്യങ്ങളും കൊടുക്കണം. The senior must respond to the questions and keep in regular contact with the incumbent. പക്ഷെ ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയി ഡ്യൂറിങ് ദ ഇനിഷ്യൽ ഫേസ് ഓഫ് ഇഞ്ചക്ഷൻ. അപ്പൊ നമ്മൾ എപ്പോഴും റെഗുലർ ആയിട്ട് സീനിയേഴ്സ് എന്ത് ചെയ്തിട്ട് വരും, ഈ ഒരു ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയി ആയിട്ട് കോണ്ടാക്ട് വരും. അവരെ ക്വസ്റ്റ്യൻസ് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടാവും, അവർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അപ്പൊ അതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് എല്ലാം റെസ്പോണ്ട് ചെയ്യണം ആര്, സീനിയേഴ്സ്. ഓക്കെ, അപ്പോ ഇഞ്ചക്ഷൻ മസ്റ്റ് ഇൻക്ലൂഡ് ഓൾ നെസസറി ഇൻഫർമേഷൻ. നമ്മള് മാക്സിമം എല്ലാ നെസസറി ഇൻഫർമേഷൻസും ഇഞ്ചക്ഷന്റെ സമയത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ദെൻ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വർക്കർ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീനിയർ വർക്കറോ സൂപ്പർവൈസറോ ആ ന്യൂലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിന് വേണ്ട ഡയറക്ഷൻസും കാര്യങ്ങളും കൊടുക്കണം. ഈ സീനിയറിനോടായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ സൂപ്പർവൈസറിനോടായിരിക്കും നമ്മൾ ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കുന്നത്. അപ്പൊ ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർലി എന്ത് ചെയ്ത് കൊടുക്കണം, ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അതിന്റെ ആൻസറും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. ഒരു റെഗുലർ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ആ ഇനിഷ്യൽ ഫേസിൽ, ഇഞ്ചക്ഷന്റെ ഇനിഷ്യൽ ഫേസിൽ ഒരു പോസിറ്റീവ് ആയിട്ടൊരു ഒരു നല്ലൊരു കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ആ 2 പോയിന്റ് ഒന്ന് റീഡ് ചെയ്ത് 8, 9. ഇനി നമ്മൾ പറയുന്നത് കൺക്ലൂഡിംഗ് സെഷൻ ആണ്. ഞാൻ ആദ്യം നമ്മൾ ഈ ഒരു റിക്വയർമെന്റ്സിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കൺക്ലൂഡിംഗ് സെഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഈ ഒരു ഇഞ്ചക്ഷൻ പ്രോഗ്രാമിന് എപ്പോഴും ഒരു കൺക്ലൂഡിംഗ് സെഷൻ അല്ലെങ്കിൽ ഒരു ക്ലോസിംഗ് സെഷൻ വേണം. നിങ്ങളുടെ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ട്രെയിനിങ് അല്ലെങ്കിൽ ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം കഴിഞ്ഞു, നിങ്ങൾ ഇനി കൺക്ലൂഡിംഗ് സെഷനിലേക്ക് വന്നിരിക്കുകയാണെന്നുള്ള രീതിയിൽ നമ്മളൊരു കൺക്ലൂഡിംഗ് സെഷൻ എന്ത് ചെയ്യണം പറയണം കേട്ടോ. ദെൻ നമ്മൾ നോക്കേണ്ടത് കൺക്ലൂഡിംഗ് സെഷൻ ആണ്. A closing session should be organized at the end of injection program. Injection programന്റെ സമയത്ത് ഒരു ക്ലോസിംഗ് സെഷൻ ഓർഗനൈസ് ചെയ്യണം. സാധാരണയായിട്ട് ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിന് ഒരു ഓറിയന്റേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് ട്രീറ്റ് കൊടുക്കും. വലിയ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ആണ്. ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ കഴിയുമ്പോൾ അവർക്ക് ട്രെയിനിങ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഒരു ട്രീറ്റ് ന്യൂലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഒരു ഗെറ്റ് ടുഗദർ വയ്ക്കും. അങ്ങനെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. കാരണം ശരിക്കും പറഞ്ഞാൽ അവർ ആ ഒരു ട്രെയിനിങ് പീരീഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്.
അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ട്രീറ്റും കാര്യങ്ങളൊക്കെ വെക്കും. മേ ബി ആ ട്രെയിനിങ് കഴിയുമ്പോൾ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ച എംപ്ലോയിക്ക് അല്ലെങ്കിൽ റിക്രൂട്ട് എംപ്ലോയിക്ക് ചെറിയ എന്തെങ്കിലും ബെസ്റ്റ് പെർഫോമർ എന്നുള്ള അവാർഡോ കാര്യങ്ങളൊക്കെ കൊടുക്കും. അതൊരു കമ്പനി അനുസരിച്ച് മാറും കേട്ടോ. It is known as Special Anxiety Reduction Session in many organizations. സാധാരണയായിട്ട് ഇത് നമ്മൾ പറയുന്ന പേര് സ്പെഷ്യൽ ആൻസൈറ്റി റിഡക്ഷൻ സെഷൻ എന്നാണ്. The key purpose of this session is to reconcile whether or not the new employee have grasped all that which was needed to know to them. അപ്പോ ഈ ഒരു പ്രോഗ്രാമിന്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത്, ഈ ഒരു കൺക്ലൂഡിംഗ് സെഷന്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത്, ന്യൂലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയി അവർക്ക് ആ ജോബ് ചെയ്യാനുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും ഗ്രാസ്പ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം, ഗ്രാസ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. The new employee should be confident enough to ask the question about those points which are not clear to them. അപ്പോ ഇനി എന്തെങ്കിലും ഒരു കോൺഫിഡൻസ് കുറവുണ്ട്, ചില കോൺഫിഡൻസ് കുറവൊന്നല്ല, നല്ല കോൺഫിഡൻസോട് കൂടി നമുക്ക് ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യാൻ പറ്റും. എന്തിനെ കുറിച്ചിട്ട്? നമുക്ക് ഈ ഒരു ഇഞ്ചക്ഷന്റെ സമയത്ത് നമുക്ക് ക്ലിയർ ആവാത്ത ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും? ആസ്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് എഫേർട്ട് ഷുഡ് ബി മെയ്ഡ് ബൈ ദ മാനേജ്മെന്റ് ടു ക്ലിയർ ദെയർ ഡൗട്ട്സ്. അപ്പൊ നമുക്ക് മാനേജ്മെന്റിനോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും, ഈ ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കൺക്ലൂഡിംഗ് സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ എംപ്ലോയീസിന്റെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാനും അവർക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എങ്കിൽ അത് ക്ലിയർ ചെയ്യാനുമാണ് സാധാരണയായിട്ട് എന്ത് കൺക്ലൂഡിംഗ് സെഷൻ കണ്ടക്ട് ചെയ്യാറ്. അപ്പൊ എന്താണ് ഡൗട്ട്സും പിന്നെന്താണ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ആസ്ക് ചെയ്യാനുണ്ടെങ്കിൽ ക്ലാരിറ്റി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് കൺക്ലൂഡിംഗ് സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. The entire session should be conducted in a cordial manner. എന്ന് വെച്ചാൽ സൗഹൃദപരമായ രീതിയിലായിരിക്കും ഈ entire സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഒരു നല്ലൊരു ഹാപ്പി ആയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഷുഡ് നോട്ട് ബി ഹോസ്റ്റൽ. ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? ശത്രുത അല്ലെങ്കിൽ ശത്രുത രീതിയിൽ അല്ലെങ്കിൽ ശത്രുതയുള്ള രീതിയിൽ ആവരുത് നമ്മൾ ഈ ഒരു കൺക്ലൂഡിംഗ് സെഷൻ കണ്ടക്ട് ചെയ്യാൻ. ഒരു ഫ്രണ്ട്ലി മാനറിൽ വേണം ഈ ഒരു കൺക്ലൂഡിംഗ് സെഷൻ നമ്മൾ അവസാനിപ്പിക്കാൻ. നമ്മൾ പറഞ്ഞതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷൻ ആണ് കൺക്ലൂഡിംഗ് സെഷൻ എന്ന് പറയുന്നത്. ക്ലോസിംഗ് സെഷൻ കോമൺലി നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഇൻജക്ഷൻ പ്രോഗ്രാമിന്റെ ക്ലോസിംഗ് സെഷനെയാണ് നമ്മൾ ഈ കൺക്ലൂഡിംഗ് സെഷൻ എന്ന് പറയുന്നത്. കൺക്ലൂഡിംഗ് സെഷനെ മറ്റൊരു പേരും കൂടി പറയുന്നുണ്ട്. എന്താണ് മറ്റൊരു പേര്? സ്പെഷ്യൽ ആൻസൈറ്റി റിഡക്ഷൻ സെഷൻ. ഒന്ന് നോട്ട് ചെയ്ത് എല്ലാവരും. അത് കൺക്ലൂഡിംഗ് സെഷൻ ഈസ് ഓൾസോ നോൺ ആസ് സ്പെഷ്യൽ ആൻസൈറ്റി റിഡക്ഷൻ പ്രോഗ്രാം. അങ്ങനെയും ചോദിക്കാം. കൺക്ലൂഡിംഗ് സെഷൻ സ്റ്റാൻഡ്സ് ഫോർ ഡാഷ്. അപ്പൊ സ്പെഷ്യൽ ആൻസൈറ്റി റിഡക്ഷൻ പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ സെഷൻ ആണ്. മെനി ഓർഗനൈസേഷനിൽ അങ്ങനെയും ഒരു പേര് പറയാറുണ്ട്. ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് to recognize whether the employees grasp all the information. അവർക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ, അവർക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയോ, അവർ വർക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ കേപ്പബിൾ ആണോ, റൈറ്റ് ആയിട്ട് കോൺഫിഡന്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ ഇൻജക്ഷൻ പ്രോഗ്രാമിന്റെ സമയത്ത് നമുക്ക് ഡൗട്ട്സും എന്താണ് ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടാവും നമ്മുടെ മൈൻഡിൽ. അതെല്ലാം നമുക്കൊരു ആസ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് കൺക്ലൂഡിംഗ് സെഷൻ അല്ലെങ്കിൽ ക്ലോസിംഗ് സെഷൻ എന്ന് പറയുന്നത്. മേ ബി എപ്പോഴും കൺക്ലൂഡിംഗ് സെഷൻ ഒരു ഹാപ്പി ആയിട്ട് വേണം നമ്മൾ അത് എന്ത് ചെയ്യാനായിട്ട്, എൻഡ് ചെയ്യാനായിട്ട്. ഒരു ശത്രുത അല്ലെങ്കിൽ ഹോസ്റ്റൽ ആയിട്ടുള്ള രീതിയിൽ നമ്മളത് എന്ത് ചെയ്യാൻ പാടില്ല, എൻഡ് ചെയ്യാനായിട്ട് പാടില്ല. ഒന്ന് റീഡ് ചെയ്യോ എല്ലാവരും കൺക്ലൂഡിംഗ് സെഷൻ? അതിന്റെ ഓവറോൾ ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. കൺക്ലൂഡിംഗ് സെഷൻ ഇൻക്ലൂഡിംഗ് ആ 10 പോയിന്റ്സും ഒന്ന് ഓവറോൾ ഒന്ന് റീഡ് ചെയ്തേ.
ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലായല്ലോ? ദെൻ നമ്മൾ നോക്കുന്നത് ബെനഫിറ്റ്സ് ഓഫ് ഓറിയന്റേഷൻ ആണ്. ഓറിയന്റേഷന്റെ ബെനഫിറ്റ്സ് എന്തെല്ലാമാണ്? മെയിൻ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് ലേബർ ടേൺ ഓവർ. ലേബർ ടേൺ ഓവർ കുറയ്ക്കാൻ നമുക്ക് സാധാരണ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്ത ആ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ലേബർ ടേൺ ഓവർ വളരെ കൂടുതലായിരിക്കും. നമ്മുടെ കമ്പനിയിൽ നിന്ന് ലേബേഴ്സ് ടേൺ ഓവർ കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ആ ഒരു കമ്പനിയോടുള്ള നെഗറ്റീവ് ഒപ്പീനിയൻ കാരണമൊക്കെ ആവാം അവരെന്ത് ചെയ്യുന്നത്, ക്വിറ്റ് ചെയ്യുന്നത്. സോ നല്ലൊരു ഇൻജെക്ഷൻ പ്രോഗ്രാം ഉണ്ട് കമ്പനിയിൽ, നല്ലൊരു ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലേബർ ടേൺ ഓവർ വളരെയധികം കുറയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോ ആദ്യ സ്റ്റേജുകളിൽ എംപ്ലോയീസിന്റെ ടേൺ ഓവർ നമുക്ക് ഒരു പരിധി വരെയും കുറയ്ക്കാൻ നല്ലൊരു ഗുഡ് എന്താണ് ഗുഡ് ഓറിയന്റേഷൻ പ്രോഗ്രാം നമ്മളെ ഹെൽപ്പ് ചെയ്യും. സാധാരണ ഒരു ഓർഗനൈസേഷനിലേക്ക് നമ്മൾ വന്നു, നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഓറിയന്റേഷൻ പറഞ്ഞു അല്ലെ. അതില് നമ്മൾ പറയുന്നത് ഇൻഫോർമൽ ഓറിയന്റേഷൻ ആണ്. നമ്മൾ തന്നെ സ്വയം റാങ്ക് ട്രയൽ മെത്തേഡിലൂടെയൊക്കെയാണ് നമ്മൾ സ്വയം ചെയ്ത് പഠിച്ച് ശീലിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചെയ്ത് പഠിച്ച് ശരിയാക്കുകയാണെങ്കിൽ അത് കുറച്ച് ടാസ്ക് ആണ്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ജോബ് ക്വിറ്റ് ചെയ്ത് പോകാനായിരിക്കും എംപ്ലോയീസ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. അപ്പൊ നല്ലൊരു ഓറിയന്റേഷൻ പ്രോഗ്രാം നമുക്ക് കിട്ടുകയാണെങ്കിൽ, നല്ലൊരു ഇൻട്രൊഡക്ഷൻ പ്രോഗ്രാം കിട്ടുകയാണെങ്കിൽ ഈ ലേബർ ടേൺ ഓവർ റേഷ്യോ നമുക്കൊരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് helps to create realistic employee expectation. നമ്മൾ ഇൻജെക്ഷൻ പ്രോഗ്രാമിലൂടെ എംപ്ലോയീസിന്റെ റിയലിസ്റ്റിക് നമുക്ക് കൂടുതൽ എംപ്ലോയീസിനെ അറിയാൻ പറ്റും. കാരണം നമ്മൾ സെലക്ഷന്റെ സമയത്ത് മാർക്സും കാര്യങ്ങളൊക്കെ നോക്കി അവരെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും അവർ കുറച്ചും കൂടി നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് ഒരു ഇൻജെക്ഷൻ പ്രോഗ്രാമിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ഒരു പെർഫോമൻസ് എക്സ്പെക്ടേഷനും കാര്യങ്ങളും പെർഫോമൻസ് ലെവലും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ഓറിയന്റേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then create job satisfaction and a positive attitude towards the employer. നമുക്കൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, എംപ്ലോയറിനോടുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് തോന്നും. കാരണം എന്നുവെച്ചാല് ആ ജോബിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട്. സോ ഒരു ഓറിയന്റേഷൻ ഒക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ജോബ് എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ എംപ്ലോയറിനോട് നമുക്കൊരു സ്പെഷ്യൽ റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ വരും. കാരണം അവിടുത്തെ റൂൾസും റെഗുലേഷൻസും പോളിസീസും എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയായിരിക്കും നമ്മൾ ആ ഒരു സ്ഥാപനത്തിൽ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അസിസ്റ്റ് ദ ന്യൂ എംപ്ലോയി ടു കോൺട്രിബ്യൂട്ട് ഓർഗനൈസേഷണൽ സക്സസ് മോർ ക്വിക്ലി. ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസിന് ഓർഗനൈസേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ്, ആനുവൽ ടാർജറ്റ്, അദ്ദേഹം ചെയ്യേണ്ട ജോബ്, അദ്ദേഹത്തിന്റെ ടാർജറ്റ്, അദ്ദേഹത്തിന്റെ പെർഫോമൻസ്, സാറ്റിസ്ഫാക്ടറി ലെവല്, ദെൻ എംപ്ലോയീസ് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ന്യൂ എംപ്ലോയിനെ അസിസ്റ്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ നല്ല രീതിയിൽ സക്സസിലേക്ക് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസിലേക്ക് ന്യൂ എംപ്ലോയീസിനെ കൊണ്ടുവരാനായിട്ട് എന്തിനു പറ്റും, ഒരു ഓറിയന്റേഷൻ, ഒരു നല്ല ഓറിയന്റേഷൻ പ്രോഗ്രാമിന് പറ്റും. അതേപോലെ തന്നെ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. ഒരു അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ഇല്ലെങ്കിൽ എംപ്ലോയീസിന് കമ്പനിയോട് ഒരു ബാഡ് ആയിട്ടുള്ള ഒരു ഇംപ്രഷൻ ആയിരിക്കും തോന്നുക. ഇനി നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ ഉണ്ടെങ്കിൽ കമ്പനിയോടുള്ള എംപ്ലോയീസിന്റെ പ്രതിബദ്ധത അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും നല്ല രീതിയിൽ കൂടാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് നല്ല രീതിയിൽ പെർഫോമൻസും കാര്യങ്ങളും എംപ്ലോയീസ് കാഴ്ചവെക്കും. ഇതെല്ലാമാണ് ഈ നമ്മൾ പറയുന്ന ഓറിയന്റേഷൻ ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത്. ഞാൻ പറഞ്ഞത് മെയിൻ ആയിട്ട് 4 പോയിന്റ്സ് ആണ്. ലേബർ ടേൺ ഓവർ നമുക്ക് ഒരു പരിധി വരെയും കുറയ്ക്കാം. നമ്മുടെ കമ്പനിയിൽ നിന്ന് ലേബേഴ്സ് കൊഴിഞ്ഞു പോകുന്നത് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. റിയലിസ്റ്റിക് ആയിട്ടുള്ള എംപ്ലോയീസ് എക്സ്പെക്ടേഷൻസും കാര്യങ്ങളും നമുക്ക് മെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ജോബ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ കൂട്ടാൻ പറ്റും. എംപ്ലോയറിനെ കുറിച്ച് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും.
പിന്നെ ന്യൂ എംപ്ലോയീസിന് നല്ല രീതിയിൽ ഓർഗനൈസേഷൻ സക്സസ് പെട്ടെന്ന് അച്ചീവ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ ബെനിഫിറ്റ്സ് ഞാനൊന്ന് റൗണ്ട് ചെയ്ത് പറഞ്ഞെന്നുള്ളൂ. അതിന് മുകളിൽ വരെ നിങ്ങൾ നോക്കിയാൽ മതി. റിക്വയർമെന്റ്സ് ഓഫ് എഫക്റ്റീവ് ഓറിയന്റേഷൻ ആ 10 പോയിന്റ്സ് വരെ നോക്കിയിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ. ബെനിഫിറ്റ്സ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് വീക്കിൽ കൂടി നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവുള്ളൂ. അതിനുശേഷം നമ്മുടെ റിവിഷൻ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോ താങ്ക് യു ഓൾ. Thank you.